ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കുറേ ഉഡായ്പ ഇൻസ്റ്റാഗ്രാമേഴ്സിന്റെ അക്കൗണ്ടൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്. കേരള പോലീസിന്റെ സൈഡിൽ ഞാൻ ആക്ച്വലി ഓൾറെഡി വീഡിയോ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ ഈ ബെറ്റിംഗ് ആപ്പിനൊക്കെ ഫ്രോഡ് ബെറ്റിംഗ് ആപ്പിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതുപോലെ ഇങ്ങനത്തെ ഫ്രോഡ് മണി പരിപാടികളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെച്ചാൽ കേരള പോലീസ് തന്നെ ഇപ്പോൾ ആക്ച്വലി നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്ന ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഞാൻ അതിന്റെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇനിയുണ്ട് കുറേ പേര്, ഒരു 3-4 പേരുടെ അക്കൗണ്ട് മാത്രമേ പഠിച്ചു പോയിട്ടുള്ളൂ. ഇനിയും ഇഷ്ടം ആൾക്കാർ ഇങ്ങനത്തെ ഉടായ്പ സാധനങ്ങൾ, അത് കുറേ പേരൊക്കെ അവരെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഉടായ്പ ആൾക്കാരുടെ പരിപാടി ഫുൾ ക്ലോസ് ചെയ്യാൻ എല്ലാവരും കൂടി ഒന്ന് നോക്കിയാലും നടക്കുള്ളൂ. എത്ര ആൾക്കാരുടെ ജീവിതം എന്നറിയാം ഇവന്മാർ കാരണം പണി കിട്ടി കുറേ എത്ര എണ്ണാന്നറിയാം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ എല്ലാവരും കൂടി ഒരു ക്യാമ്പയിൻ പോലെ വന്നിട്ട് റിപ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ, ഒന്നാമത് നമുക്കറിയാം കേരള പോലീസൊക്കെ ഭയങ്കര സ്ലോ ആണ്. ഇപ്പൊ തന്നെ കണ്ടില്ല, ആകെ 4-5 അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അവരുടെ സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു തുടങ്ങി, എല്ലാ കണ്ടന്റ്സും ഒക്കെ. അപ്പൊ അവന്മാരൊക്കെ രക്ഷപ്പെട്ട് പോയി തുടങ്ങും. എന്ന് വെച്ചാൽ അവന്മാര് ചില്ലറ എമൗണ്ട് ഒന്നല്ല. ഇപ്പൊ റീസെന്റ് അതിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 2-3 മാസത്തില് 50 കോടി 60 കോടി അല്ലെങ്കിൽ 60 ലക്ഷമൊക്കെയാണ് മിനിമം സാധാരണ ഇവന്മാര് നേടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്. അപ്പൊ നിങ്ങൾ അതിൽ ആലോചിച്ച് നോക്കുക, എത്ര പേര് അതിൽ കുടുങ്ങിയിട്ടുണ്ടാവുന്നു. ഇത്രയും എമൗണ്ട് ഇവർക്ക് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ കമ്പനിക്കൊക്കെ എത്ര കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇതിനെതിരെ അറ്റ്ലീസ്റ്റ് ഒന്നും എന്താ വെച്ചാൽ ഇതിൽ പകുതി മലയാളികളാണ് ഏറ്റവും ഉടായ്പെന്ന് എന്താ പറയാ പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഫ്രോഡ് സംഭവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ മലയാളികളാണ്. എല്ലാത്തും പെടുന്നതും മലയാളികൾ, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ് സർവേ വന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ ഫ്രോഡിൽ പെട്ടക്കുന്നത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ സാക്ഷരത പേപ്പറിൽ മാത്രമേ ഉള്ളൂ, ബോധം അങ്ങനൊന്നുമില്ല, അതാണ് കുഴപ്പം. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തൊന്ന് ഷെയർ ചെയ്യണം വന്നത്. അപ്പോൾ മറക്കണ്ട കേട്ടാ.